ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നലെ വന്നാകെ ടയർഡായിരുന്നു, ഞങ്ങൾ നേരത്തെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബീച്ചാണ്. ബീച്ച് ഡേ ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ബീച്ച് വേറൊക്കെ ഇട്ട് ഞങ്ങളിന്ന് അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടെ. അപ്പോൾ ബാലിയിലേക്ക് പാക്കേജ് അല്ലാതെ ഇൻഡിവിജ്വൽ ടിക്കറ്റ് എടുത്ത് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ once again welcome back to Gino the Traveler. It's me Gino along with my family. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർമെലൺ സ്റ്റാർട്ട് ചെയ്ത വാട്ടർമെലൻ എന്നാണ്. അപ്പോൾ 2 വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ലെറ്റ്യൂസ്, ചെറിയ സാലഡ് കൗണ്ടർ, ചെറിയൊരു കോൾഡ് ബുഫേ ഉണ്ട് ഇവിടെ. പിന്നെ സീരിയൽസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡാനിഷ് ക്രോസൺ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒന്ന് തുറന്നു കഴിഞ്ഞു. ഡാനിഷ് ക്രോസൺസ്, ബ്രെഡ്, പിന്നെ പിന്നെ വെജീസ്, കുറച്ച് സ്റ്റീം വെജീസ് ഉണ്ട്, സോത്തഡ് ബ്രോക്കലി, പിന്നെ പൊട്ടേറ്റോ അടച്ചേക്കാൻ ചെയ്യും. പിന്നെ സോസേജസ്, ബേക്കൺ, ഫ്രൈഡ് റൈസ് എല്ലാം തരാം. പിന്നെ ജ്യൂസ്, ഗോവ ജ്യൂസ്, പിന്നെ വാട്ടർ, ഇൻക്രീസ്ഡ് വാട്ടർ. സോസേജ് എടുത്തിട്ട് 2 വാട്ടർമെലൺ ഉണ്ട്, പിന്നെ കുറച്ച് സ്കില്ലറ്റ് പൊട്ടേറ്റോസ് ഉണ്ട്, പിന്നെ കുറച്ച് സ്റ്റീം വെജീസ് ഉണ്ട്, പിന്നെ ബേക്കൺ ഉണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ലൂക്കിൻ്റെ ഏറെക്കുറെ അത് തന്നെ. പിന്നെ പൊന്നിൻ്റെ അത് തന്നെ. പിന്നെ ഒരു ബ്രെഡ് ഉണ്ട്. പിന്നെ ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഓംലെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓംലെറ്റ് ഓർഡറൊക്കെ ഉണ്ട് അവിടെ. നിങ്ങൾ ഗ്രാബ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഊബർ പോലെ തന്നെയാണ്. അപ്പോൾ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ മേളിൽ കൂടെ നമ്മുടെ ഡ്രോൺ ഒന്ന് പതിയൊന്ന് പറത്തി നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വേണം. ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം വരെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടു. ഫിഷ് ഉണ്ട്, വേറെ ആമ മാത്രമല്ല, വേറെ ഫിഷ് ഉണ്ട് അതിനകത്ത്. ലാമ തന്നെ ഉണ്ട്, വലിയ ആമയുള്ള. ഓക്കെ, സോർനെങ്ങ ഈസ് ഹിയർ, ഡ്രൈവർ നെങ്ങ. ഓക്കെ, അപ്പോൾ നമ്മൾ കെഡോങ്ങൻ മാർക്കറ്റ്, റൈറ്റ്? സോ വി ആർ ഗോയിങ് ടു കെഡോങ്ങൻ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്. ഓക്കെ, വണ്ടി വരുന്നുണ്ട് കേട്ടോ, വരല്ലേ? അപ്പോൾ നമ്മൾ കെഡോങ്ങൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോകാൻ പോകണേണ്ട നമ്മുടെ ഈ വണ്ടിക്ക്. ഏതാ വണ്ടി? ആസ്ട്ര, സിഗ്ര ആസ്ട്ര. We Sigra Astra, the has to. Is the company? The has to. We don't have a company. Yeah, we don't have this company in India. You didn't have that? No. Only Toyota, maybe. Only Toyota, Crista Innova, Mitsubishi. ഇവിടെ എല്ലാം സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ സീ ഫുഡ് തൊട്ടപ്പുറത്ത് തന്നെ കടലാണ്. സീ ഫുഡ് കെഡോങ്ങൻ മാർക്കറ്റ് ആണ് ഈ സൈഡ്. സീ ഫുഡ് മാർക്കറ്റ്സ് ആണ് ഇവിടെ എല്ലാം. ബെഡ്ബാരി ബാലി, ബെഡ്ബാരി. ഇതൊക്കെയാണ് സീ ഫുഡ് മാർക്കറ്റ് കേട്ടോ. അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് അപ്പോൾ പുള്ളിക്കാരനെ ഞങ്ങൾ വേറൊരു ഇതും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്കൊരു പാക്കേജ് വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഒരു ദിവസം പുള്ളി നമ്മളെ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളും കാണിച്ച് കറക്കും. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞേക്കുന്ന എമൗണ്ട് നമ്മുടെ ഇന്ത്യൻ മണി ഒരു 3250 രൂപ ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ഒരു പാക്കേജ് അങ്ങനെ എടുക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് നമുക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യണം നാളെയാണ്. നാളെ രാവിലെ ചെക്കൗട്ട് ചെയ്തിട്ട് കിന്താമണി എന്ന് പറഞ്ഞ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത്. തണുപ്പുള്ള സ്ഥലം, നമ്മുടെ നാട്ടിൽ നമ്മുടെ മൂന്നാറൊക്കെയുള്ള അത്രയും ആ ഒരു ചെറിയ രീതിയിലുള്ള തണുപ്പുള്ള ഒരു സ്ഥലമാണ് ഈ കിന്താമണി, പിന്നെ ഉബൂദ്. അപ്പോൾ അങ്ങോട്ട് നാളെ വിട്ടു പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ ഈ ഏരിയ ഇങ്ങനെ പറഞ്ഞ ഈ പാക്കേജിലുള്ള ഏരിയാസ് കവർ ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളൊരു ബീച്ചിലേക്ക് കൊണ്ടുവന്നൊക്കെയാണ്. ഇതൊരു പബ്ലിക് ബീച്ചാണ്, പ്രൈവറ്റ് ബീച്ചല്ല. ബെത്താരി ബാലി എന്ന് പറഞ്ഞ ബീച്ചാണ്.
അപ്പോൾ നമുക്ക് ഈ ബീച്ചിലൊക്കെ ഒന്ന് നടന്ന് ബീച്ചിൻ്റെ മനോഹാരിതയൊക്കെ ബാലിയിലെ ഫസ്റ്റ് ബീച്ചാണ് നമ്മുടെ കൊള്ളാട്ടാ, നല്ല അടിപൊളി ബീച്ച്. ഇത് ഇറങ്ങിയതാണ്, കടലിൽ ഇറങ്ങിയേക്കണ കേട്ടോ, കാണിച്ചു തരാം. ഇവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ ഇവിടെ സീ ഫുഡ്, ഇവിടെ ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റ് ഇത് കംപ്ലീറ്റ് സീ ഫുഡ് മാർക്കറ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് അവർ തന്നെ കുക്ക് ചെയ്ത് തരും. ഫിഷ് നമുക്ക് ചൂസ് ചെയ്യാം, അപ്പോൾ അവർ തന്നെ കുക്ക് ചെയ്ത് തരും. എന്നിട്ട് ഈവനിങ് ടൈമാണ് ഇവിടെ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പോൾ ഇതാണ് ബെത്താരി ബാലി. ഇവിടെയൊക്കെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾ ഇവിടെ കുക്കൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ റോഡ് സൈഡ്, ഇവിടെ ഈ ബീച്ച് സൈഡിൽ കംപ്ലീറ്റ് ഇവിടെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈവനിങ്ങിൽ. പക്ഷെ ഞങ്ങളിപ്പോൾ ഇന്ന് ആ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ബാലി ഈ ഒരു ഏരിയ കവർ ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഈവനിങ്ങിൽ ഞങ്ങൾ എത്താൻ പറ്റുമോ എന്നറിയില്ല. എത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അവിടെ ഒരു വലിയൊരു പ്രതിമ ഉണ്ട്, അതാ ദൂരത്ത്. അവിടെ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. റോഡുകളൊക്കെ കാണാൻ നമ്മുടെ നാട് പോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പ് ഒന്നുമല്ല. നമ്മുടെ നാട് പോലെ തന്നെ ചെറിയൊരു സാധാരണ ഏഷ്യൻ കൺട്രി ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സാധാരണ കൺട്രി കേട്ടോ. ഇവിടുത്തെ ബൈപ്പാസ് ആണ് കേട്ടോ. നമ്മുടെ പാലാരിടത്തൂടെ പോണ ഒരു ഫീലാണ് എനിക്കിപ്പോൾ തോന്നണത് കേട്ടോ. നമ്മുടെ എറണാകുളത്തൂടെ പോകുന്ന ഒരു ഫീലാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ വണ്ടികളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതുണ്ടല്ലോ, അവാൻസ, ടൊയോട്ട അവാൻസ, അങ്ങനെ ഓരോരോ വണ്ടികളൊക്കെ പേര് കേട്ടിട്ടില്ലാത്ത ഒരുപാട് വണ്ടിയുടെ കമ്പനീസ് ഉണ്ട് ഇവിടെ. പിന്നെ എഴുതുന്നത് ഇംഗ്ലീഷ് തന്നെ ഉണ്ട്, വേറെ ഭാഷയല്ല, ഇംഗ്ലീഷ് തന്നെ എഴുതുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാകാത്ത വേറെ ഏതൊരു ഇതാണ്. ഇന്തോനേഷ്യയിൽ ഇംഗ്ലീഷാണ് അവരുടെ സ്ക്രിപ്റ്റ്. ബാലിയിലെ ടോൾ റോഡാണ്. ബൈപ്പാസിൽ തന്നെ ടോൾ റോഡ് എന്നാണ് പുള്ളി പറഞ്ഞത്. പോയി നോക്കാൻ എന്താ സംഭവം. ഒരു പാലമാണ് കേട്ടോ, ജെർബാങ് ടോൾ ലുറാറായി. ഇത് പുതിയതായിട്ട് വന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നല്ല തിരക്കായിരുന്നു ഈ റോഡ്, ആ റോഡൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ ഇതുപോലെ തന്നെ ജെബാങ് ടോൾ, പുതിയൊരു ടോള് റോഡ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും തിരക്കില്ലെന്ന് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ വരാനായിട്ട്. ടോളിൽ നമ്മുടെ ഇവിടെ ടോൾ ബൂത്തിലൊന്നും ആളുകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നമ്മുടെ ഇവിടെയൊക്കെ പോലെ തന്നെയാണ്. നമ്മുടെ അമേരിക്കൻ കൺട്രീസും ഓസ്ട്രേലിയയൊക്കെ പോലെ തന്നെയാണ് ഇവിടെ. ടോൾ ബൂത്തിലൊന്നും നമ്മുടെ നാട്ടിൽ ഇരിക്കണ പോലെ കൂട്ടിലൊന്നും ആളൊന്നും ഇരിക്കുന്നില്ല, പ്രശ്നമില്ല, തിരക്കില്ല, ഒന്നുമില്ല. നേരെ വന്നിട്ട് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക, ഇതെടുക്കുക, ടോക്കൺ എടുക്കുക, നേരെ പോവുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു മെനക്കേടും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ സിറ്റുവേഷൻ. അടിപൊളിയാണ്ട, കൊള്ളാം. നല്ല അടിപൊളി റോഡ് ഉണ്ട്, സൂപ്പർ പാലം. റോഡ് കൊടുത്താലും കുഴപ്പമില്ല. ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി വരെ ഒരു പെഡസ്ട്രിയൻ വാക്കിന് വേണ്ടി വരെ ഒരു ഷെഡ് ചെയ്തേക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, എന്താ രസം. ഇവിടുത്തെ പോലീസുകാരനുണ്ട്, കിടുവണ്ടിയാണല്ലോ, ടൈഗറാണെന്നുണ്ട് വണ്ടി. നമ്മുടെ നാട്ടിൽ എന്തോരം പോലീസുകാർ വെയിലും കൊണ്ട് അല്ലേ, ജാക്കറ്റും ഇല്ലാതെ അവരുടെ ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ട് ഒന്നുമില്ലാതെ അവർ വണ്ടി ഓടിച്ച് അല്ലേ. ട്രാഫിക് പോലീസൊക്കെ വെയിലത്തൊക്കെ നിന്ന് ഇതുപോലെ എന്തെങ്കിലും അവർക്കൊരു ജാക്കറ്റാ അങ്ങനെ എന്തെങ്കിലും ഒരു യൂണിഫോംസ് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരുന്നു അവർക്കൊരു സമാധാനം. ഈ വെയിലും കൊണ്ട് കറുത്ത് പിന്നെ തൊപ്പിയും വെച്ച് തലയിലെ മുടിയും പോയി എന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ. ഇവിടെ പെട്രോളിന്റെ അവർ പറയണത് പെർത്തമാക്സ് എന്നാണ്. ഈ പെട്രോളിന് 2 വേരിയന്റ് ഉള്ളത്. പെർത്തമാക്സ് ലൈറ്റും ഉണ്ട്, റെഗുലറും ഉണ്ട്. ലൈറ്റിനെ നമ്മുടെ നാട്ടിലെ കമ്പയർ ചെയ്യണമെങ്കിൽ 52 രൂപയാണ് 1 ലിറ്റർ പെർത്തമാക്സിന്. പിന്നെ റെഗുലറിന് 68 രൂപ. പ്രൈവറ്റ് വണ്ടികളാണല്ലോ കൂടുതലും ഈ നമ്മുടെ ഊബർ പോലത്തെ സംഭവങ്ങളൊക്കെ ഓടുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ ഊബർ ഇല്ലെന്നാ പറയണത്. ഇവിടെ വേറെ കുറച്ച് സാധനങ്ങളാണ്. ഓക്കെ, വാട്ട് വാസ് ദാറ്റ് ഹിയർ? Grab, Go-Car, InDriver, Maxim, AirAsia, Pipe. ഓക്കെ, അപ്പൊ 5 തരത്തിലുള്ള നമ്മുടെ ഈ ഇതുപോലെ തന്നെയുള്ള ഓൺലൈൻ ടാക്സീസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ 5 ടൈപ്പ് സാധനങ്ങളുള്ളത്. പിന്നെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി വണ്ടി ഒരിക്കലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഓടിക്കാൻ പറ്റത്തില്ല. പ്രൈവറ്റ് വണ്ടികൾ മാത്രമേ ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സി ഓടിക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് വണ്ടികൾ മാത്രം. അല്ലാതെ മഞ്ഞ ബോർഡുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ മഞ്ഞ ബോർഡുണ്ട് ടാക്സി വണ്ടിക്ക്. അപ്പൊ മഞ്ഞ ബോർഡുള്ള ഈ ടാക്സി വണ്ടികൾ നോർമലി ടാക്സി ആയിട്ട് ഓടുക, അതാണ്. പിന്നെ പ്രൈവറ്റ് വണ്ടികൾ 2 ടൈപ്പ് നമ്പർ പ്ലേറ്റ് വെക്കാം. വൈറ്റ് ബോർഡിൽ ബ്ലാക്ക് നമ്പർ എഴുതാം, ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് നമ്പർ എഴുതാം. പിന്നെ ഞാൻ പുള്ളി പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ കണ്ടതിൽ കാറുകളിൽ ബ്ലാക്ക് നമ്പർ പ്ലേറ്റ്, പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ ബ്ലാക്ക് നമ്പർ പ്ലേറ്റിൽ വൈറ്റ് ലെറ്റേഴ്സ്. സ്കൂട്ടേഴ്സിൽ അതുപോലത്തെ വണ്ടികളിലൊക്കെ വൈറ്റ് നമ്പർ പ്ലേറ്റിൽ ബ്ലാക്ക് ലെറ്റേഴ്സ്. അതിപ്പോൾ ഞാനിവിടെ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്.
പുള്ളി പറഞ്ഞത് എല്ലാം ഒരുപോലെ തിരിച്ചു മറിച്ചൊക്കെ എഴുതാമെന്നാ പറഞ്ഞത്. അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല ഇവിടുത്തെ പരിപാടികളുണ്ട്. പിന്നെ വേറൊരു കാര്യം അറിയാൻ സാധിച്ചത്, ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കുഴപ്പമില്ല ഇവിടെ. വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പോലീസ് റോട്ടിൽ തടഞ്ഞു നിർത്തി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളുകളല്ല ഇവിടുത്തെ പോലീസുകാർ. പിന്നെ വെറുതെ കൈ കാണിച്ചാൽ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ പോലീസുകാർ. Go to the Alangka. Yeah. ഓ, ഇതൊരു സ്റ്റാച്ചു ഉണ്ട്, ഹനുമാൻ. Hanuman. And Rama make the statue. Going to Alangka. Will find Sita. ഓ, ലങ്ക. Alangka. ഓ, ലങ്ക. ഇപ്പോഴുള്ള കാര്യം പിടികിട്ടിട്ടോ. Because Sita. ഹനുമാനും രാമനും കൂടെ ലങ്കയിൽ പോയി സീതനെ കൊണ്ടുവരുന്ന ഒരു പ്രതിമയാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ അത് പുള്ളി പറഞ്ഞ് മനസ്സിലാക്കണായിരുന്നു. മനസ്സിലാവുന്നുണ്ട് അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മിത്സുബിഷിയുടെ എക്സ്പാൻഡർ കണ്ടിട്ടില്ലാത്ത വണ്ടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് നമ്മുടെ മൈക്രോ തന്നെ, പക്ഷെ പേര് മാർച്ച് എന്നാണ്. നോവനോട് സാദൃശ്യമുള്ള ആസ്ട്ര, കലിയ ആസ്ട്ര. പിന്നീട് ഇത് ബ്രിയോ തന്നെ ഉണ്ടോ, നമ്മുടെ നാട്ടിലെ ബ്രിയോ. ഈ ഏരിയയിലൊക്കെ കണ്ടു, ഇവിടെയൊക്കെ ഒരുപാട് സ്റ്റാച്യൂസ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഏരിയയാണ്. ദിസ് ഏരിയ ഇസ് ഫുൾ ഓഫ് സ്റ്റാച്യൂസ്. മറ്റേ എല്ലാം സ്റ്റാച്യൂസ് ആണ്. ബുദ്ധ, പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അവരുടെയൊക്കെ സ്റ്റാച്യൂസ് ഒരുപാട് കാണാൻ സാധിക്കും കേട്ടോ. ഇവരുടെയൊക്കെ മെയിൻ വരുമാന മാർഗം ഇങ്ങനത്തെയുള്ള പ്രതിമകൾ ഉണ്ടാക്കുക, പിന്നെ ഈ ടൂറിസം തന്നെയാണ് ഇവരുടെ ഈ ബാലിക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രധാന ഇൻകം കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ഇത് തന്നെയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് അറ്റം വരെ. അപ്പോൾ ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡും ഇത് തന്നെ കംപ്ലീറ്റ്. നല്ല ഫൈനായിട്ടാണ് അവർ ഈ കല്ലിൽ കൊത്തിയ പ്രതിമകൾ ഉണ്ടാക്കിയേക്കണേ കേട്ടോ. കണ്ടില്ലേ, എന്താണ് സംഭവം. നല്ല ചൂടാണ്. ഒരു 29-30 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും ഇവിടുത്തെ ചൂട്. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചൂടാണ്. വണ്ടി സീറ്റായിട്ട് നടക്കുന്നില്ല. പിന്നെ ഇനി നമ്മൾ മേളിലേക്ക് കയറി കഴിയുമ്പോൾ ഈ കിൻറ്റാമണി ഉപ്പൂർ എന്നുള്ള സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു 18 മുതൽ 20 വരെയാണ് അവിടുത്തെ ക്ലൈമറ്റ് ടെമ്പറേച്ചർ വരുന്നത് കേട്ടോ. ഈ ബാലി നമുക്ക് ബൈ റോഡ് കവർ ചെയ്യണമെങ്കിൽ ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ 153 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ആകെ 153 കിലോമീറ്റേഴ്സ് ഉള്ളത് നമുക്ക് ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെ ബാലി ഓടിച്ചെത്തുന്നത്. പിന്നെ റോഡ് കുറച്ച് തിരക്കുള്ള റോഡുകളാണ്. പിന്നെ ഇത്രയും വലിയ റോഡുകളും അല്ല എല്ലായിടത്തും. ചില സ്ഥലങ്ങളിൽ തീരെ നേരമായിട്ടുള്ള റോഡുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് എത്താനായിട്ട്. ട്രാഫിക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടാവും. പക്ഷെ ആകെ കിലോമീറ്റേഴ്സ് നോക്കണമെങ്കിൽ എത്ര ഉള്ളു ആകെ ബാലി കവർ ചെയ്ത് തന്നെങ്കിൽ. ഉണ്ടല്ലോ, നമ്മുടെ നാട് പോലെ തന്നെ തോന്നുന്നു ഇവിടെ കിട്ടുക. കംപ്ലീറ്റ് പാഡി ഫീൽഡ്സ് ആണ്, വയലാണ് കംപ്ലീറ്റ് സൈഡിലൊക്കെ. അതെ, വാട്ടർഫോളിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ വാട്ടർഫോളായി.